അൻവറിനെ പോലെയുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല. അതേസമയം പാർട്ടി നേതാക്കന്മാർ അവിടെ വന്നിട്ടുണ്ട്. അൻവർ പറയുന്നത് പാർട്ടിയിൽ നിന്ന് തനിക്ക് പിന്തുണയുണ്ട്, പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തന്നെ വിളിക്കുന്നുണ്ട്, അതായത് ഗൾഫിൽ പോയ അവസരത്തിൽ അവിടെ മലയാളികൾക്കിടയിൽ, പ്രവാസി മലയാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനകളുണ്ട്. ആ സാംസ്കാരിക സംഘടനകളുടെ പരിപാടികളിലാണ് ഞാൻ പങ്കെടുത്തിരുന്നത്. അൻവർ ഗുരുതരമായിട്ടുള്ള വഴിതെറ്റലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM പാർലമെന്ററി പാർട്ടി അംഗവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള MLA-യുമായിട്ടുള്ള അൻവർ വലതുപക്ഷത്തിന്റെ നാവ് ആയി മാറിയിരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം വലതുപക്ഷത്തിന് ആയുധം കൊടുത്തുകൊണ്ടുള്ള ഒന്നാണ്. കേരളം കഴിഞ്ഞ 8 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചപ്പോൾ അതിനു മുമ്പ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF ഭരിച്ച കാലത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത്. വർഗീയതക്കെതിരായി ഉറച്ച നിലപാട്, കേരളത്തിലെ എല്ലാ മേഖലയിലും വർഗീയ ശക്തികൾക്കെതിരായിട്ട് ഉറച്ച നിലപാടാണ് സ്വീകരിച്ചത്. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ RSSകാർക്ക് സഹായകരമായ നിലയിൽ അവർക്ക് CPM-നെയും LDF-നെയും കുത്തിവലിക്കാവുന്ന നിലക്കുള്ള ചില പരാമർശങ്ങൾ അടക്കം നടത്തിയിരിക്കുകയാണ്. മലപ്പുറം ജില്ലയെ കേരളത്തിലെ LDF ഭരണം ലക്ഷ്യമാക്കുന്നു എന്ന നിലക്കുള്ള സംസാരവും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി. അപ്പോ വലതുപക്ഷത്തിന് സഹായകരമായിട്ടുള്ള നിലയിൽ ഉള്ള പരാമർശങ്ങളാണ് അൻവർ നടത്തിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും CPM-നെയും LDF-നെയും സ്നേഹിക്കുന്ന ജനങ്ങൾക്കിടയിൽ വലിയ അമർഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.